നമ്മ ഇപ്പൊ ഇന്നുള്ളത് നമ്മുടെ തോമ്പടി ഹാർബറിലാണ്ട. വേറൊന്നുമല്ല, നമ്മുടെ പുതുവല വള്ളത്തിലിട്ട് കയറ്റി കണ്ട 1 മാസത്തോളം 1.5 മാസത്തോളം വലപ്പണിയായിരുന്നു കേട്ടാ. വലപ്പണി കഴിഞ്ഞിട്ട് നമ്മുടെ വള്ളത്തിൽ പുതുവല കയറ്റിയാണ്. അപ്പോൾ ഏകദേശം 2 മണി 3 മണിക്ക് പോന്നിട്ട് നമ്മൾ വല കയറ്റിയണ്ട. കൊച്ചി ഹാർബർ, തോമ്പടി ഹാർബറിൽ നിന്നാണ് കേട്ടോ വല കയറ്റണ കാഴ്ചയാണ്. നമ്മൾ വലയെ കയറ്റി അച്ഛൻ വന്ന് വെഞ്ചരിക്കും. എന്നിട്ട് അത് കഴിഞ്ഞിട്ടൊക്കെ പണിക്കോളൂ കേട്ടോ. ഒരുപാട് പ്രതീക്ഷകളോടെയാണ് കേട്ടോ വല കയറ്റണത്. നമ്മൾ പുതുവല പണിതെടുത്ത് നമ്മുടെ വള്ളത്തിലോട്ട് കയറ്റുമ്പോൾ പ്രാർത്ഥിച്ച് ഓരോ പ്രാവശ്യം വല കയറ്റുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളോടെയാണ് നമ്മൾ പണിക്ക് പോകുന്നത് കേട്ടോ. എല്ലാ മത്സ്യത്തൊഴിലാളികളും അങ്ങനെ കേട്ടോ. അങ്ങനെ നമ്മൾ വല കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ അച്ഛൻ വന്നു കേട്ടോ. വലയും വള്ളവും വെഞ്ചരിക്കാനായിട്ട് നമ്മൾ വിളിച്ച അച്ഛൻ വന്നേക്കണ്ട. അങ്ങനെ പ്രാർത്ഥന തുടങ്ങിയാണ്. ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടായാലും നമുക്ക് കടലിൽ പോലും കരക്കാലും ഒരു വിജയം ഉണ്ടാവുള്ളൂ. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണം. ആരോഗ്യം കൊടുക്കണമേ. അവരുടെ ജീവിതത്തിൽ അവരുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവ കുടുംബങ്ങളിൽ ഒത്തിരിയേറെ അസ്വസ്ഥതകളും പ്രയാസങ്ങളും കടങ്ങളും കടബാധകളും അതെല്ലാം നീക്കം ചെയ്യാനായിട്ട് ഈശോ നേടിയാക്കണമേ. നിന്റെ കരുണയുടെ കരങ്ങളിൽ ആശ്രയിക്കുന്നു. നിന്റെ കൃപയുടെ കരങ്ങളിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. നിന്റെ സമൃദ്ധിയുടെ കരങ്ങളിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഈശോയെ ആശ്രദിക്കണമേ. ഈശോയെ അനുഗ്രഹിക്കണമേ. ഈശോയെ സമൃദ്ധീകരിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടില്ലേ. അങ്ങനെ നമ്മുടെ വെഞ്ചരിപ്പൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും വല കയറ്റിയേണ്ട. ബാക്കി വല കയറ്റാനുണ്ടായി. അത് നമ്മൾ ഫുള്ളോടെ കയറ്റി എടുക്കണേണ്ട. അങ്ങനെ വള്ളത്തിൽ വലയെല്ലാം കയറ്റി പണിക്ക് പോകാനായിട്ട് റെഡി ആയിട്ടാ. അപ്പോഴേക്കും നേരം വെളുത്തേട്ടാ. അപ്പോഴെന്ത് ചെയ്ത് കണ്ട വള്ളം ഇവിടെ നിന്ന് ഹാർബറിൽ നിന്ന് പോകണേണ്, പണിക്ക് പോകണേട്ടാ. വള്ളം റിവേഴ്സ് വെച്ച് നമ്മുടെ കൊച്ചി ഹാർബറിൽ നിന്ന് നമ്മൾ പണിക്ക് പോകണേ. നമ്മുടെ കേരള വെള്ളം കണ്ട, നമ്മുടെ മീൻ കൊണ്ടുപോകണ കേരള വെള്ളവും പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു കൊച്ചു വെള്ളം കണ്ട, അത് നമ്മുടെ പന്നുവല കൊണ്ടുപോകണ വെള്ളം കണ്ട. അങ്ങനെ നമ്മൾ ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫോർട്ട് വെച്ച് പമ്പിൽ വന്ന് ചാരിക്കണണ്ട വള്ളത്തിൽ ഡീസൽ നിറക്കാൻ പോണേ. നമുക്ക് വേണ്ട ഇന്ധനം ഇവിടെ നിന്നിട്ടാണ്ട നിറക്കുന്നത് വെള്ളത്തിലോട്ട്. അങ്ങനെ നമ്മൾ പതിയെ ഡീസലൊക്കെ അടിച്ച് കടലിനെ കീറി മുറിച്ചിട്ട് നമ്മൾ കടലിലോട്ട് പണിക്ക് പോണേണ്ട. കുറേ നാളിന് ശേഷം വലപ്പണിയൊക്കെ കഴിഞ്ഞിട്ട് കുറേ നാൾ, ഏകദേശം 1.5 മാസത്തോളം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ വെള്ളത്തിൽ പണിക്ക് പോകുന്നത്. ഇത്ര നാൾ വലപ്പണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മതേ അറബിക്കടലിനെ കീറി മുറിച്ചുകൊണ്ട് കടലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരള വെള്ളത്തിനാണ് ആ പുറയിൽ കെട്ടിയിട്ടാണ്. നമ്മുടെ വള്ളം ഓടുമ്പോൾ ഇതേപോലെ റോപ്പിൽ കുറേ അകലെ മാറി കെട്ടിയിട്ടിട്ടായിരിക്കും കേട്ടോ ഓടിക്കുന്നത്. അതിൻ്റെ ആ കേരള വെള്ളത്തിൻ്റെ പുറകിൽ നമ്മുടെ പന്നിവല വെള്ളം കൂടെ തന്നെ കാണും കേട്ടോ. നമ്മൾ വല വളച്ച് കഴിയുമ്പോഴേക്കും ഈ ഡോൾഫിൻ്റെ വിഭാഗത്തിൽപ്പെട്ട പന്നികളുണ്ട്. ഡോൾഫിൻ പോലെ തന്നെ ഇരിക്കുന്ന വേറെ കടൽ പന്നികളുണ്ട്. അവ നമ്മളെ ആക്രമിക്കാൻ വേണ്ടി വരും, നമ്മുടെ വലകളെ ആക്രമിക്കാൻ വേണ്ടി വരും. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ വല അടിച്ചിരിക്കുന്നതിൻ്റെ പുറത്തുകൂടി ഈ പന്നിവല ഒന്നുകൂടി റൗണ്ട് ചെയ്ത് അടിക്കും. അപ്പോൾ നമുക്ക് പന്നി നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നത് നമുക്ക് അങ്ങനെ തടയാൻ പറ്റും.
അങ്ങനെ നമ്മ ആ വെള്ളമൊക്കെ എല്ലാം കെട്ടിക്കൊണ്ട് ഓടിയണ്ട. ചാളത്തിരി പറഞ്ഞിട്ട് ഓടിയാണ്. നമ്മളെക്കാൾ മുമ്പ് ചേട്ടന്മാർ പണിക്ക് വേറെ വള്ളക്കാർ പണിക്ക് പോയതുകൊണ്ട് തന്നെ നമ്മതേ ഒരു വള്ളം ചാളക്ക് വല കോരി എന്ന് പറഞ്ഞിട്ടിട്ട് നമ്മൾ ഓടിയണ്ട. കൂടെ വേറെ വള്ളക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നല്ല കിടിലൻ ഫിഷിങ് നമുക്ക് കാണാട്ടോ. ഇന്ന് നല്ല എല്ലാവരും ചാളക്കാണ് കോരിക്കണമെന്ന് പറയുന്നുണ്ട്. ചാളക്ക് കോരിക്കണ അറിഞ്ഞിട്ട് എല്ലാ വള്ളക്കാരും കൂടി ഓടിയണ്ട. ആ വള്ളത്തിൻ്റെ അടുത്തോട്ട് നമ്മൾ ഓടി ചെല്ലണാണ്. നമ്മളും ചാള കാണുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കേട്ടോ. ഇതാണ് നമ്മുടെ എക്കോ സൗണ്ടർ. ഇതിൻ്റെ അകത്ത് ആ റെഡ് കളറിൽ പോകുന്നുണ്ട്, അത് മീനാണ്ട. അപ്പോൾ ഫിഷിൻ്റെ അലേർട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. ഫിഷ് വരുമ്പോഴാണ് ഫിഷ് അലേർട്ട് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും മീൻ വരുമ്പോൾ. ഒരു ചെറിയ സൗണ്ടും കൂടി കേൾക്കും കേട്ടോ മീൻ വരുമ്പോൾ. അങ്ങനെ ഇങ്ങനെ കണ്ടൻ്റാണ് ഈ എക്കോ സൗണ്ടിൽ കണ്ടൻ്റാണ് കേട്ടോ എല്ലാവരും ഇപ്പോൾ ചാളക്ക് വല അടിച്ചിരിക്കുന്നത്. അത് കണ്ട ചാളക്ക് ഒരു വള്ളത്തിന് അവിടെ ചാള കയറി എന്ന് അറിഞ്ഞിട്ട് മത്സരമായിട്ടാണ് വള്ളങ്ങൾ തന്നെ. അങ്ങനെ നമ്മളും സ്പീഡ് കൂട്ടി നല്ല സ്പീഡ് ഓടേണ്ട. അങ്ങനെ ഞാനിപ്പോൾ പറഞ്ഞ വള്ളമാണ് ഈ കിടക്കുന്നത്. ആ വള്ളമാണ് ഇപ്പോൾ വല അടിച്ചിരിക്കുന്നത്. ചാളക്കാണ് അടിച്ചിരിക്കുന്നത്. ചാള മൊത്തം വലക്ക് പാറയുണ്ട. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. ഇപ്പോൾ കണ്ട ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണുമെന്നറിയില്ല. മൊത്തം ചാള പാറയുണ്ട മൊത്തം വലക്ക്. അപ്പോൾ ഒന്നേ നിൽക്കുന്ന ചേട്ടന്മാർ ഇപ്പോൾ ഓരോ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ടുണ്ട. മൊത്തം ചാള അങ്ങോട്ടും ഇങ്ങോട്ട് പാറയാണ് മൊത്തം. കണ്ട വലക്ക് ചാള എടുക്കണണ്ട. ചാള പൂരത്തിന് പാറയണ്ട. മൊത്തം ചാള കിളച്ച് മറിയണം. കുറഞ്ഞ രീതിയിൽ വല പതക്കുന്നതുകൊണ്ട് മൊത്തം ചാള പായണ്ട മൊത്തം. അങ്ങനെ നമ്മുടെ കണ്ട പുതിയ വെള്ളം നമ്മുടെ കൂടെ പണിക്ക് പോകുന്ന ഒരു വെള്ളം കണ്ട യാഗിൽ 2-3 ദിവസമായിട്ടുള്ള കേട്ടോ. അത് അവരുടെ പുതിയ വെള്ളമാണ്. അങ്ങനെ നമ്മൾ കുറേ ഓടിയിട്ട് മീനൊന്നും കണ്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കഞ്ഞി വെച്ച് അതിനുള്ള കറിക്കായിട്ട് ജപമാല വെള്ളത്തിൻ്റെ കയറി നിന്ന് നമ്മൾ മീൻ ചോദിച്ചേട്ടാ. കുറച്ച് മീൻ നമുക്ക് വേണം, കറിക്ക് ആവശ്യമായിട്ടുള്ള മീൻ വേണമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ചേട്ടന്മാർ മീൻ തന്നെ കാഴ്ച കേട്ടോ. അപ്പോൾ മീൻ തരുമ്പോൾ ആ മാലയുടെ അറ്റം ഞാനാണ് പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കത് വലിച്ചെടുക്കുമ്പോൾ ക്യാമറ കിട്ടൂല, ഫോണിൽ കിട്ടൂല. അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോ കാണിച്ചു തന്നെ. ഇതുപോലെയുള്ള മാലിക്കകത്ത് നിറച്ച ഒരു മീൻ തന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് നമുക്ക് മീൻ കിട്ടിയില്ലെങ്കിൽ വേറൊരു വള്ളത്തിൽ നിന്ന് നമ്മൾ മേടിക്കും. ഇപ്പം നമുക്ക് മീൻ കിട്ടുമ്പോൾ വേറൊരു വള്ളക്കാർക്ക് ഇല്ലെങ്കിൽ നമ്മൾ അവർക്കും സഹായിക്കും. അങ്ങനെ ഉണ്ട്. കടലിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എല്ലാ കാര്യത്തിനും സഹകരിച്ചാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് പേര് ആ ചാള വെട്ടിയും ബാക്കി എല്ലാവരും ഇങ്ങനെ കിടന്നുറക്കവും ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് പേര് വലപ്പണിയും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ മീൻ തേടിയുള്ള യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്ന് നമ്മൾ മീൻ കണ്ട് വല അടിച്ചിട്ടത്. പെട്ടെന്ന് നമ്മുടെ ക്യാമറയിൽ എക്കോ സൗണ്ടറിൽ മീൻ കണ്ടിട്ട് നമ്മൾ വല അടിച്ച് പോകണേണ്ട. കണ്ട നല്ല സ്പീഡാണ് വല അടിച്ച് പോകണം. ചാള ക്യാമറയിലാണ്ട് നല്ല സ്പീഡാണ് വല അടിച്ചിട്ട് പോകുന്നത്. നമുക്ക് കണ്ടാൽ മനസ്സിലാവും വല പോകുന്നുണ്ട്. നല്ല സ്പീഡിലാണ്. നമ്മുടെ പുതുവല ഉണ്ടോ, നമ്മുടെ പുതിയ വല ഉണ്ടായി. ആദ്യമായിട്ടാണ് ഈ പുതിയ വല നമ്മൾ ഈ വെള്ളത്തിൽ നനക്കണം. പുതിയ വലയാണ് വെള്ളത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് കയറ്റിക്കൊണ്ടുവന്ന് നമ്മുടെ പുതിയ വല വെള്ളത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പുതിയ വലയുടെ നനയാണ്. ഒരുപാട് പ്രതീക്ഷകളോടെ ഉണ്ടായി വല അടിച്ചിട്ട് പോകുന്നത്. പുതിയ വല നനക്കണ ദിവസം. അങ്ങനെ നമ്മുടെ വല അടിച്ചത് റിവേഴ്സ് വെച്ചത് നമ്മുടെ വലക്കകത്തുള്ള ചാളക്കുട്ടന്മാര് പായാൻ തുടങ്ങിയട്ടാ. മൊത്തം ചാള പായണ്ട. ചാള പായണ്ട. നമ്മുടെ വല ഇത് കാണുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ട്. വലക്കകത്ത് മൊത്തം ചാള കയറിയുണ്ട. ചാള മൊത്തം പായണ്ട. പൂരത്തിന് നമ്മുടെ വലയാണ്ടാ പതക്കണ. വല പതക്കണ്ട. പുതുവല പതക്കണ്ട. അത് കണ്ട ചാള പായണണ്ട. വലക്ക് മൊത്തം ചാള എടുക്കണ്ട. കണ്ട വല പതക്കണ്ട. കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. വലയുണ്ടാ പതക്കണത്. വെള്ളത്തിൽ ചാടി മറിയാണ്. അങ്ങനെ നമ്മുടെ ചേട്ടന്മാര് കണ്ടതേ നമ്മളെ വല പതക്കണേ. വെള്ളം ആള് പായണ്ട. നല്ല തെളിഞ്ഞ വെള്ളമാണ്. നല്ല തെളിഞ്ഞ വെള്ളത്തിലാണ്ട് ഇത് കണ്ട
ചേട്ടന്മാര് ചാളനെ നോക്കിയിരിക്കണ്ട. മൊത്തം ചാള വലിച്ചു നിർത്തിയണ്ട. പതക്കണ ചാള അവിടെ ഇവിടെ ആയിട്ട് വല മാറ്റി വലിച്ചു നിർത്തിയണ്ട. കണ്ട ചാള പതച്ച് ചാള വലിച്ച് മാറ്റിയെടുത്തനാണ്ട. വല വലിച്ച് മാറ്റിയെടുത്തനാണ് ചാള. ശക്തിയോടെ വലിച്ച് അവർ ഒരുമിച്ച് നിന്ന് പോരാടിയണ്ട. വലക്കാത്തതിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടില്ലേ അവർ ഒരുമിച്ച് പോരാടിയണ്ട. കണ്ട വല പതച്ച വല മൊത്തം വലിച്ച് മാറ്റിയെടുത്തേക്കണ അവര്. ശക്തിയോടെ വലിക്കുന്നുണ്ട് അവര്. അതേപോലെ തന്നെ ഇത് കണ്ട നല്ല തെളിഞ്ഞ വെള്ളത്തിൽ റിങ്ങി കയറുവാനുണ്ട. കണ്ട നമ്മുടെ കയറി അവിടെ ഒന്ന് പിടിച്ച് മൊത്തം ചാള ഉള്ള ചാള മൊത്തം വലിച്ച് നിർത്തേക്കണ. നമ്മുടെ വലക്കകത്തുള്ള ചാള മൊത്തം നമ്മുടെ വലയെടുത്ത് മാറ്റിയിരിക്കണം. വലയുമായിട്ട് മാറി നിൽക്കണേണ്ട. നമുക്ക് കാണാൻ പറ്റും. പുരത്തിൻ്റെ സൈഡിലൊക്കെ ഉണ്ട മൊത്തം ചാള പാറിയാണ് മൊത്തം. അങ്ങനെ ഇതേ നമ്മുടെ വല റിങ് അടുത്തോട്ട് വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ഇത് താഴ്ത്തേണ്ട ചേട്ടന്മാരെ ഇറങ്ങി തിരിക്കുന്നുണ്ട്. അവിടെ താഴ്ത്തി ഇതുണ്ട ഇങ്ങനെ കെട്ടി അടിയിലോട്ട് വലിച്ച് രണ്ട് സൈഡിലോട്ടും വലിച്ച് മാറ്റിയാൽ അത് ഇടയ്ക്ക് കയറേണ്ടത് നമുക്ക് സുഖമായിട്ട് ആ റിങ്ങി കയറ്റിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ദേ നമ്മൾ ഏലോസിൽ ഇതേ റിങ്ങി കയറ്റി എടുത്തേട്ടാ വള്ളത്തിലോട്ട്. ഇനി ആ വീഞ്ചിലോട്ട് നമ്മൾ അടുപ്പിക്കും. അപ്പോഴേക്കും നമ്മുടെ വല അടിയിൽ നിന്ന് ഇങ്ങനെ കൊട്ട പോലെ ആവും കേട്ടോ. അപ്പോഴേക്കും ദേ നമ്മുടെ വല പകുതി മുക്കാലും നമ്മൾ വലിച്ചെടുത്തേട്ടാ. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കുറേ ആള് കുറവായതുകൊണ്ട് തന്നെ ഞാനും കൂടി ഇന്ന് വല വലിച്ചിട്ടാണ്ട. അപ്പോഴെന്തേ നമ്മൾ വീഡിയോ ഇതേ കുറച്ച് പകുതി ആയപ്പോഴെടുത്തേ. അപ്പോൾ ഇതേ കണ്ട മൊത്തം ചാള വലക്കകത്ത് മൊത്തം പായണ്ട. വല തിങ്ങിക്കൊണ്ട് മൊത്തം ചാള വേണ്ട. മൊത്തം ചാളയണ്ട വലക്കകത്ത് കയറിക്കണം. വേറെ ഒരു മീനും ഇതേ കണ്ട ചാള മറിയണ്ട. ചാള മൊത്തം കയറി കൊതച്ചേക്കണ ചാള കണ്ട. വല ടൈറ്റ് വേണ്ട. നമ്മുടെ പുതുവല ഉണ്ട. നമ്മുടെ പുതുവലാണിത്. മൊത്തം ചാള കയറി മൊത്തം നിറഞ്ഞിരിക്കണ്ട. അങ്ങനെയാണതേ നമ്മ വല വലിച്ച് ടൈറ്റ് ആക്കിയാണ് കേട്ടോ. നമ്മ വല വലിച്ച് ഒതുക്കിയാൽ നമുക്ക് മാല വെച്ച് മീൻ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മതേ ഫസ്റ്റ് മാല് വെക്കേണ്ട. ഫസ്റ്റ് മാല് വെക്കണേ. വല വലിച്ച് ടൈറ്റ് ചെയ്തിട്ട് നമ്മതേ ഫസ്റ്റ് മാല് നമ്മുടെ കേറ് വെള്ളത്തിലോട്ട് പിടിക്കണ ഒരു കാഴ്ച കാണാം. ടൈറ്റ് മാലയുണ്ട്. ആ മാല് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എന്തോരം മീനാണ് ഒറ്റ മാലയിൽ കയറണേന്ന്. നിറച്ച് പിടിക്കേണ്ട. ഓരോ മാലയും നിറച്ചുണ്ടാണ് മീൻ പിടിക്കണം. ചാളക്കുട്ടന്മാർ നിറച്ച് പിടിക്കേണ്ട. വലക്കകത്ത് നിറച്ച് ചാള കയറിയിരിക്കണം. ഓരോ മാലയായിട്ട് മാറ്റി മാറ്റി വെക്കേണ്ട. ഒരു മാലയായിട്ട് നമ്മൾ സ്പീഡിൽ പണിയെടുക്കേണ്ട. കണ്ട ഓരോ മാല കയറുമ്പോഴും കണ്ട എന്തോരം മീനാണ് ആ മാലയിൽ ഒറ്റ മാലയിൽ കയറ്റിയെടുക്കണമെന്നുണ്ട. ടൈറ്റിലോട് മാല വെച്ചിട്ടാണ്ട പൊക്കിയെടുക്കണം നമ്മൾ. കണ്ട ഈ മാല കയറുമ്പോൾ നീ നോക്കിക്കോ ആ മാല എന്തോരം മീനുണ്ടെന്ന് നോക്കിക്കോ. നല്ല വലിയ മാലയുണ്ട. ആ വലിയ മാലയിൽ നിറച്ച് മീൻ പിടിക്കണ്ട്. നമ്മുടെ കേരളത്തിലോട്ട് മീൻ പിടിക്കുന്ന കാഴ്ച ഉണ്ട. ലോഡല് മീനുണ്ട്. മറ്റേ വയറങ്ങിയാണ് കൊള്ളിയ. മറ്റേ കയറാണ് ഇത് കൊള്ളിയ. അങ്ങനെ നമ്മ ഒരു കള്ളി മീൻ ഫുള്ളായിട്ട് പിടിച്ച് നിറച്ചിട്ടത്. ഇപ്പൊ രണ്ടാമത്തെ കള്ളി നിറക്കാനായിട്ട് ഓരോ മാലയായിട്ട് പൊക്കി പൊക്കി വെക്കാൻ തുടങ്ങിയണ്ട. കയറി നിൽക്കുന്ന ചേട്ടന്മാരിൽ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. നമ്മ പറയണ പോലെയല്ല. കയറി നിന്നിട്ട് ആ മാലി കയറി വെള്ളത്തിൽ നിന്നിട്ട് ആ മാല് പൊക്കിയെടുത്ത് വെള്ളത്തിൽ വെച്ചിട്ട് മീൻ മറിക്കണം എന്ന് പറയുമ്പോൾ നല്ല കഷ്ടപ്പാടുള്ള പണി തന്നെ ഉണ്ടാവും. ഈ ടൈറ്റ് വെച്ച് കൊടുക്കുന്ന മാലി പൊക്കി വീഞ്ചിലാണ് പൊക്കി എടുക്കണമെങ്കിലും കേരളോട്ട് മറിച്ച് മീൻ പിടിക്കുന്ന ചേട്ടന്മാരെ പ്രത്യേകം എടുത്ത് പറയേണ്ടത് തന്നെ ഉണ്ടാവും. അവരൊരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ആ കേരളത്തിൽ നമ്മൾ രണ്ടാമത്തെ കള്ളി മീൻ പിടിക്കണ്ട. അഞ്ചു കളിച്ചാൽ വയറങ്ങിയ
അങ്ങനത്തെ നമ്മത് രണ്ടാമത്തെ കള്ളി ഏകദേശം നിറച്ച് കഴിഞ്ഞിട്ടാ. എന്നിട്ട് മീൻ നമുക്കുണ്ട്. 2 കള്ളി മൊത്തം പിടിച്ചിട്ട് മീൻ നമുക്കുണ്ട് കേട്ടാ. അപ്പൊ അതേ നമ്മ ഇനി 3ാമത്തെ കള്ളിക്ക് മീൻ വെക്കാൻ വേണ്ടി പോണേ. 3ാമത്തെ കള്ളിക്ക് മീൻ പിടിക്കാൻ വേണ്ടി പോണേട്ടാ. കണ്ട മീൻ പിടിക്കാൻ പോണ ചേട്ടന്മാരെ കണ്ട, അവര് മീൻ പിടിച്ച് മറിക്കാൻ പോണേട്ടാ വള്ളത്തിലായിട്ട്. ഓരോ മാലയും ടൈറ്റ് മാലി വെച്ച് മറിക്കാൻ പോണൊരു കാഴ്ച കണ്ട. ഇത് കണ്ട മീൻ കയറണ്ട, ടൈറ്റ് മാലയാണ്ട, ടൈറ്റ് മീനാണ്. ഓരോ കള്ളിക്കും പിടിച്ച് നിറക്കണണ്ട. എന്താ പെട്ടക്കണ ചാള കള്ളിയിലോട്ട് പോണണ്ട, നല്ല പെട്ടക്കണ ചാളയണ്ട. അങ്ങനെ ദേ നമ്മതേ മീനെടുത്ത് കഴിഞ്ഞിട്ടാ. 2 കള്ളിക്കും ഒരു 3/4 കള്ളിക്കും മീനുണ്ട് കേട്ടോ. നമ്മുടെ ചാളക്കുട്ടന്മാര് അത്രയും നമുക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. കുറഞ്ഞ ചാളയായിരുന്നിട്ടാ. അങ്ങനെ ദേ നമ്മുടെ വല കയറ്റിയണ്ട, വല ഒറ്റ കൈക്ക് താങ്ങി വെക്കേണ്ട വല. നമ്മുടെ കേറ് മീനുള്ള വള്ളം നമ്മ പുറയിൽ കെട്ടിയിട്ടാണ് കണ്ട. അതങ്ങനെ കെട്ടി നമ്മ ദേ കൊച്ചി ഹാർബറിലോട്ട് നമ്മ പണിക്ക് പോയ സ്ഥലത്തോട്ട് തന്നെ നമ്മ വന്നിട്ടിരിക്കണ്ട. നമ്മുടെ താങ്ങുവലയുടെ നനയുകൊണ്ട് തന്നെ നമ്മ ഇനി പണി നോക്കൂല, നമ്മ ഒരു വല മേടിച്ച് കയറേണ്ട. നമ്മതേ കണ്ട കേറിനെ അഴിച്ചിട്ടിട്ട് നമ്മതേ ഓടി പോവാൻ പോണേണ്ട. അങ്ങനെ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ. ഇതുപോലെ നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. ഓരോരോ വീഡിയോസായിട്ട് ഇനി ഇങ്ങനെ വന്നിട്ടിരിക്കും. അപ്പോൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മുടെ കടലിലെ കാഴ്ചകൾ ഒരിക്കലും തീരുന്നില്ല. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.